ഹലോ ഹായ് ഡിയേഴ്സ്, നമ്മുടെ സ്വന്തം നാടായ കിളിമാനൂരിൽ നമ്മളൊരു മാംഗോ ഫെസ്റ്റ് കാണാൻ പോയതാണ്. മാംഗോ ഫെസ്റ്റിവൽ ഇന്നലെ കഴിഞ്ഞു, പക്ഷെ നമ്മൾ പോയത് ഇന്നാണ്. അപ്പോൾ അധികം കടകളൊന്നുമില്ല. പിന്നെ നമുക്ക് കിളിമാനൂർ പോകേണ്ട ഒരു കാര്യം ഉള്ളത് കൊണ്ടും കൂടെയാണ് നമ്മൾ ഫെസ്റ്റും കൂടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് കടകളൊന്നുമില്ല, ഒന്ന് രണ്ട് കടകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒരെണ്ണം ഈ ബുക്ക് സ്റ്റാളാണ്. ഇപ്പോൾ ബുക്സ് ഒന്നും വായിക്കാനുള്ള നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബുക്സ് ഒന്നും വാങ്ങിച്ചില്ല. അവിടെ നിന്ന് നേരെ നടന്ന് മാമ്പഴ ഫെസ്റ്റ് സ്ഥലത്തെത്തി. ഇവിടെയാണ് വരാൻ ഉദ്ദേശിച്ചത്. അപ്പം കുറേ മാങ്ങ കൊതിയന്മാരുണ്ട്, മാങ്ങ കൊതിച്ചുകളുമുണ്ട് എൻ്റെ വീട്ടിൽ. പക്ഷേ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ മാങ്ങയുടെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഇവിടെ കയറിയത്. അപ്പോൾ അവർ എന്തോ രണ്ട് ഐറ്റം അവർ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ മാങ്ങകളുടെ ഒന്നും ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് എന്താണെന്ന് പോലും നോക്കാൻ പോയില്ല. കുറേ മാങ്ങകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല, അങ്ങനത്തെ കുറേ മാങ്ങകൾ. ആകെ ഞാൻ അവിടെ കണ്ടതിൽ മൽഗോവ എന്ന് എഴുതിയിരിക്കുന്ന മാങ്ങയുടെ പേര് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഞാനും കൊച്ചുങ്ങളും കൂടെ പുറത്തേക്ക് ഇറങ്ങി. മോന് ഈ ഗെയിം കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അച്ഛനും മോനും കൂടെ ഗെയിം കളിച്ചു. ഭാഗ്യത്തിന് ഉന്നമില്ലാത്ത ആളുകളാണ് എറിഞ്ഞത് കൊണ്ട് നമുക്കൊന്നും കിട്ടിയില്ല. 50 രൂപ പോയത് തന്നെ മിച്ചം. പിന്നെ പാനിപൂരി വാങ്ങിക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. പാനിപ്പൂരിയും വാങ്ങിച്ച് പിള്ളേർക്കും കൊടുത്തിട്ട് നമ്മൾ നേരെ കിളിമാനൂർ ചന്തയിലേക്കാണ് പോയത്. മെയിനായിട്ട് നമ്മൾ വന്നത് ആ ഒരു കാര്യത്തിനാണ്, കാരണം നല്ല മീനൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ ചേച്ചിയും ഞാനും കൂടെ മീൻ കട മൊത്തവും നടന്ന അവസാനം കൊഞ്ചും നെത്തോലിയും ഞാൻ വാങ്ങിച്ചു. അവളും പിന്നെ കൊഞ്ചും ഒരു കൊഴിയാളയുടെ ചെറിയ ഒരു പൊടി, കൊഴിയാള പൊടി എന്ന് പറയും, അതും വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് ചന്തയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അവൾക്ക് അപ്പോഴ് കരുവാട് വേണം. പിന്നെ കുറച്ച് പയറും കരുവാടും ഒക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്ന ഉടനെ ഞാൻ ആ കൊഞ്ച് വൃത്തിയാക്കി. അത് ഇന്ന് ഫ്രൈ ചെയ്ത് തിന്നിട്ടേ അടങ്ങുള്ളെന്നും പറഞ്ഞ് കിടന്നു. മനുഷ്യൻ്റെ കാര്യമാണ്, നമ്മൾ ഒരാഗ്രഹവും മാറ്റി വയ്ക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് കൊഞ്ച് വൃത്തിയാക്കി എടുത്ത് അത് ഫ്രൈ ചെയ്തു. അമ്മ നെത്തോലി നുള്ളതാണ്. ഒരാൾ അപ്പുറത്തുനിന്ന് മാങ്ങ ഫെസ്റ്റിന് വാങ്ങിച്ച മാങ്ങ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കൊഞ്ച് ഫ്രൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ ഞാൻ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി എന്ന് പറയുന്നത് സവാളയാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മറന്നുപോയി, അതുകൊണ്ട് പിന്നെയാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് രാത്രി ഫ്രൈ ചെയ്ത് ആണ് ചോറ് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രാത്രി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഇപ്പോൾ 10 മണി ആവാറായി. ഇന്ന് ചോറ് കഴിക്കാൻ ലേറ്റായി. അങ്ങനെ ചോറൊക്കെ ഇട്ട് നമ്മൾ തറയിരുന്നാണ് ചോറ് കഴിക്കുന്നത്. ചേട്ടന് തറയിരുന്ന് കഴിച്ചാലേ ചോറ് ഇറങ്ങുള്ളൂ. അപ്പം ഞാനും പിന്നെ ഇപ്പം അത് ശീലമായി. അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്ത് റെഡിയാക്കി കൊണ്ട് വെച്ചു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ നേരെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ബൈ.